പറഞ്ഞാട്ടെ, ഈ ജനുവരി മാസം 17-ാം തീയതി ഇത്രയും പേർക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഈ ആലയത്തിൽ ഒന്നിച്ചു കൂടുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞ ജീസസ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ 1:18 എല്ലാവർക്കും സുപരിചിതമാണ് ഈ വചനം. 1 കൊരിന്ത്യർ 1 Corinthians 1:18. Praise the Lord. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകും. പക്ഷെ ഇതെത്രമാത്രം വ്യക്തികൾക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് സംശയമുണ്ട്. For the preaching of the cross is to them that perish foolishness. സുവിശേഷം പ്രസംഗിച്ചാൽ ഒരു കൂട്ടർക്ക് ഭോഷത്വം, ഒരു കൂട്ടർക്ക് ദൈവശക്തി. ഒത്തിരി സമയം മെഡിറ്റേറ്റ് ചെയ്യാനുണ്ട് ഇതൊക്കെ. എൻ്റെ ജീവിതത്തെ ഒത്തിരി മാറ്റിയ സ്പിരിച്വാലിറ്റിയോട്, ആത്മീയതയോട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനതിന് വേണ്ടിയിട്ട് പല സഭകളുടെ വിശ്വാസം പഠിച്ചു. അതിൻ്റെ അകത്തുനിന്ന് ദൈവം എന്താ ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം ജ്ഞാനം തന്നു. അപ്പോൾ ഈ വചനപ്രകാരം എന്നോട് പലരും പറയാറുണ്ട്, പാസ്റ്ററെ ഞങ്ങൾ ഒത്തിരി സുവിശേഷം പറഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷേ അവരിലൊരു മാറ്റം നടക്കുന്നില്ല. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം. ദൈവത്തിനല്ലാതെ ഒരു വ്യക്തിയെ മാറ്റാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ചില പേരൻസിനെ പറ്റി പാസ്റ്ററെ ഒത്തിരി പ്രാർത്ഥിച്ചു, ഇതെന്താ അങ്ങോട്ട് മനസ്സിലാകാത്തത്. ചിലർ ഭർത്താക്കന്മാരെ പറ്റി, ചിലർ കുഞ്ഞുങ്ങളെപ്പറ്റി, ഇതെന്താ മനസ്സിലാകാത്തത്. ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ദൈവത്തിനല്ലാതെ ഒരു വ്യക്തിയെ രക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിന് മാത്രമേ ഒരു രക്ഷിക്കപ്പെടുകയോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവാവസാനം വരെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റും. നമ്മൾ പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ചതുകൊണ്ട് ആ വ്യക്തി മാറണമെന്ന് നിർബന്ധവുമില്ല. പക്ഷെ നമ്മുടെ പ്രത്യാശയെ പ്രാർത്ഥിച്ചേ പറ്റും. കാരണം നമുക്കറിയത്തില്ല ഈ വ്യക്തി രക്ഷിക്കപ്പെടുമോ, നമുക്ക് ആരെയും തഴയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഒരിക്കലും ഭൗതികത്തെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്. ക്രൂശിൻ്റെ വചനം സ്വീകരിക്കാത്തവരുടെ ഭൗതികമെല്ലാം നഷ്ടപ്പെട്ടു പോകും, അങ്ങനല്ല എഴുതിയേക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രൂശിൻ്റെ വചനം അനുസരിക്കാത്തവരിലാണ് കൂടുതൽ ഭൗതികം. ഇത് നിത്യതയെ പറ്റിയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് സ്പഷ്ടമായിട്ട് അധികം പറഞ്ഞിരിക്കുന്നല്ലേ. എന്നോട് ഒരാൾ പറഞ്ഞു, അവരെയൊക്കെ ഞാൻ ഒത്തിരി കൊണ്ടുവന്ന ഒത്ത മനസ്സിലായി, പക്ഷെ അവസാനം പോയി. അപ്പോൾ അതുവരെയുള്ള എന്തായിരുന്നു യഥാർത്ഥ ഒരു മാനസാന്തരമല്ലായിരുന്നു. ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടുള്ള അനേകരുണ്ട്. യഥാർത്ഥമായിട്ട് യേശുവിനെ പിൻപറ്റുന്ന വളരെ ചുരുക്കം. എങ്ങനെ അറിയാം? യേശു പറഞ്ഞിട്ടുണ്ട്, അനേകർ വിശാലമുള്ള വാതിൽ കൂടെ പോകും, ഞെരുക്കമുള്ള വാതിൽ കൂടെ പോകുന്നത് ചുരുക്കമാണെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരായിരിക്കും സ്വർഗ്ഗരാജ്യത്ത് പോകുന്നതെന്ന്. ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളുടെ സ്നേഹത്തോട് പറയാനുള്ളത്, നിങ്ങളത് മേക്ക് ഷുവർ ആയിക്കണം. നിങ്ങൾ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല. ഈ ലോകത്തിൽ എന്തെല്ലാം നശിച്ചു പോയാലും ഒരു വിഷയമില്ല. പക്ഷെ ഇവിടെ നശിച്ചു പോയാൽ എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയില്ല ശരിക്കും, ഇതിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് എന്ത് പ്രസംഗിക്കണം? അപ്പോൾ ഇതിങ്ങനെ ദൈവം ഇങ്ങനെ പറഞ്ഞു തരിക.
രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയാകുന്നു. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. കർത്താവ് അനേകർ പറയുന്നു, വിശുദ്ധി പ്രസംഗിക്കുന്ന ഒരു വിശുദ്ധി, അതെങ്ങനെ ചെയ്യും? എൻ്റെ മറുപടിയായത്, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവം ആഗ്രഹിക്കുന്നത് അവർ നിവർത്തിക്കുവാൻ ദൈവശക്തി ഉണ്ടെന്ന് എഴുതിയേക്കാൻ. അവർക്ക് തനിയെ രക്ഷിക്കപ്പെടാനും പറ്റത്തില്ല, രക്ഷയുടെ പൂർത്തീകരണത്തിലെത്താനും പറ്റത്തില്ല. പക്ഷെ ഇന്നത്തെ മെസ്സേജുകൾ അങ്ങനെയല്ല. ഈ ദൈവശക്തി ഇല്ലാതെ ഒരു വ്യക്തിക്ക് കർത്താവിനെ ഇതിനുവേണ്ടി ഒരുങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഈ കാര്യസാധ്യത്തിന് വരുന്നവർക്കൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കാണത്തില്ല. യേശുവിനെ കൂടെ കൊണ്ട് നടക്കാത്തവർക്കൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ നിറവ് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം ആ വ്യക്തിയിൽ ദൈവശക്തി ഇല്ലല്ലോ. Praise the Lord. Which are saved. Okay. But unto us which are saved, it is the power of God. അപ്പോൾ പവർ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ എനിക്ക് ദൈവം ആഗ്രഹിക്കുന്ന ജീവിതം ഇവിടെ നയിക്കാൻ പറ്റത്തില്ല. അത് ബാഹ്യമായ ചിലത് വിളിച്ചു വരുത്തലൊന്നും അല്ല. ഇത് നിത്യതയെപ്പറ്റിയാണ് പറയുന്നത്. എൻ്റെ സ്വഭാവം ക്രിസ്ത്യാനിരൂപമായി മാറണമെങ്കിൽ ദൈവശക്തി ഉണ്ടെങ്കിലേ പറ്റൂ. Praise the Lord. Glory to Lord. ഗോസ്പൽ പ്രസംഗിക്കുന്ന വളരെ ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യമുണ്ട്, ദൈവത്തിനല്ലാതെ ഒരു വ്യക്തിയെ മാറ്റാനോ ദൈവഹിതമായി നടത്താനോ പറ്റത്തില്ല. എൻ്റെ ഓരോ എഫർട്ടിനും അത് പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഗൈഡൻസ് എനിക്ക് വരുമ്പോൾ ഞാൻ നടക്കണം, അതൊരു വേറെ കാര്യം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എല്ലാവരും പറഞ്ഞാട്ടെ എന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നത് മാസ്റ്റർ പറഞ്ഞു ദൈവത്തിന് മാത്രമേ സാധിക്കൂ, അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. നോ, ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി ആ വ്യക്തി രക്ഷിക്കപ്പെടാനാണെങ്കിൽ നിങ്ങൾ ആ ദൗത്യം ചെയ്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുന്നു. പൗലോസ് പ്രസവവേദനപ്പെട്ടു. പക്ഷെ ആ പ്രസവവേദന കൊണ്ട് വ്യക്തി മാറണമെന്ന് നിർബന്ധമില്ല. ദൈവം വിചാരിച്ചാലേ മാറൂ. പക്ഷെ പ്രസവവേദനപ്പെടണം. Praise the Lord. Hallelujah. Praise the Lord. ഈ ലോകത്തിലെ ക്രിസ്തീയ ജീവിതം യേശുവിനെ കൂടാതെ ജീവിക്കാൻ പറ്റുന്നതല്ല. യേശുവിനെ കൂടാതെ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷൻ ആ ജീവിതത്തിനില്ല. ഇതാണ് യഥാർത്ഥ ഗോസ്പൽ. യേശുവിനെ സ്വീകരിച്ചാൽ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും, അതൊന്നും ഗോസ്പൽ എന്നല്ല. യേശുവിനെ കൂടാതെ നിങ്ങൾ വിശുദ്ധി പ്രാപിച്ചാൽ ദൈവം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും, ഒന്നും ഗോസ്പലൊന്നുമല്ല. അതിൻ്റെ അകത്ത് ഇവിടെ ശക്തി. ഞാൻ തനിയെ എന്ത് ചെയ്യുമ്പോഴും ദൈവശക്തിയില്ല. ഞാൻ തനിയെ യേശുവിനെ കൂടാതെ എന്ത് ചെയ്താലും ദൈവശക്തിയില്ല, എൻ്റെ ശക്തിയേ ഉള്ളൂ. ആ ദൈവശക്തി ഇല്ലാത്ത വ്യക്തികൾ നശിച്ചു പോകുമെന്ന് എഴുതിയേക്കുന്നത്. അതവർക്ക് പോഷത്വമാണ്. കാരണം എന്താ? അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും പറയാം, ഒരു മനുഷ്യാത്മാവിൻ്റെ മേലും വേറൊരു മനുഷ്യാത്മാവിന് അധികാരമില്ല, ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ വ്യക്തിയെ ന്യായം വിധിക്കാൻ പറ്റത്തില്ല. വീണ്ടും പറയുന്നു, ഒരു മനുഷ്യാത്മാവിൻ്റെ മേലും ദൈവത്തിനല്ലാതെ ഒരു വ്യക്തിക്കും അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. ഞാൻ എൻ്റെ ശുശ്രൂഷ ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. എന്നെ ഫോക്കസ് ചെയ്താൽ എനിക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റത്തില്ല, യേശുവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ശുശ്രൂഷിക്കുന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്താൽ ഒരിക്കലും ക്രിസ്തു ആഗ്രഹിക്കുന്ന പോലെ ആ വ്യക്തിയാകത്തില്ല. ആ ശുശ്രൂഷയ്ക്കകത്ത് യേശുവിനെ ആ വ്യക്തികളിലേക്ക് ഫോക്കസ് ചെയ്യിക്കാനെങ്കിൽ യേശു ആകുന്ന പോലെ ആ വ്യക്തികളാകും. എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് ഒരു വ്യക്തിക്കും ക്രിസ്ത്യാനിരൂപനായി മാറാൻ പറ്റത്തില്ല. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിക്ക് മാത്രമേ നിങ്ങളെ ക്രിസ്ത്യാനിരൂപനാക്കാൻ പറ്റൂ.
നിങ്ങളെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകാൻ പറ്റും. കാരണം അവർക്ക് വേണ്ടി ആ ദൈവശക്തി. പ്രൈസ് ദി ലോർഡ്. നമ്മളൊത്തിരി വചനമുണ്ട്, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, ദൈവമക്കളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ചെയ്യാം. അങ്ങനെയൊന്നും അല്ല വചനം, അങ്ങനെയല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയുണ്ടോ? ഉണ്ട്. ദൈവഹിത പ്രകാരമുള്ള കഷ്ടതയുണ്ട്. ദൈവഹിത പ്രകാരമുള്ള കഷ്ടത. പിന്നെ ക്രിസ്തുവിന് അനുരൂപമായിട്ട് ജീവിക്കുമ്പോൾ കഷ്ടതയേ ഉള്ളൂ. പക്ഷെ അതിനെ ജയിക്കാനുള്ള ദൈവശക്തിയുണ്ട്. അതാണ് വിഷയം. എനിക്ക് ക്രിസ്താനുരൂപമായി ജീവിക്കാൻ പറ്റുന്നത് ആ ദൈവശക്തി ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ കർത്താവിനെ ഇഗ്നോർ ചെയ്തിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റത്തില്ല മാസ്റ്റർ, അങ്ങനെ വല്ലതും ജീവിക്കാൻ പറ്റുമോ? ചില എന്നോട് ചോദിക്കുന്ന കാര്യം, അങ്ങനെ വല്ലതും ജീവിക്കും. പിന്നെ അതിനായി ദൈവശക്തി അവൈലബിൾ ആണ്. പിന്നെ എന്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല? കൃപയിൽ ആശ്രയിക്കുന്നില്ല. കൃപയിൽ ആശ്രയിക്കുന്നത് പലപ്പോഴും ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രമാണ്. അല്ല, ദൈവം വിചാരിക്കുന്ന ഒരു ആത്മീയത എന്നിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ടല്ല. ആണോ? ഞാനങ്ങനെ വലുതായിട്ട് സംസാരിച്ച കൃപയെന്ന് പറയും, അത് മടുത്ത് ഭാഷ കൃപ പറഞ്ഞു. അയ്യോ, ഇത്രയും തരം കഴിഞ്ഞൊരു പേര്. ഞാൻ പറയും, തരമല്ലത്. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാക്കുന്നതാണ് കൃപ. പ്രൈസ് ദി ലോർഡ്. കൃപയ്ക്ക് മാത്രമേ അങ്ങനെ ആക്കാൻ പറ്റൂ. ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ എന്നെ ആക്കാൻ. ഞാൻ കൃപയോട് സഹകരിച്ചാൽ മാത്രമേ കൃപയ്ക്ക് എന്നെ അങ്ങനെയാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വ്യത്യസ്തമായിരിക്കും നിങ്ങൾ കേൾക്കുന്ന സുവിശേഷം. ഒത്തിരി വിടിച്ചു ഒരു ഒത്തിരി ഇസങ്ങളൊക്കെ പഠിച്ചു വന്നതാണ്. എല്ലാം കണ്ട് ഒത്തിരി ഡ്രോബാക്സ് എല്ലാത്തിൻ്റെ മേലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഒരു ജയം ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് യഥാർത്ഥ സുവിശേഷം ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ്. അത് ഞാൻ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുന്നത് എന്നിലല്ല, ദൈവത്തിലാണ്. എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ പറയത്തില്ലേ, നമുക്ക് എന്തും സാധിക്കും, എന്തും മാറ്റാം, വിളിച്ചു വരുത്താം. മത്തായിയുടെ സുവിശേഷം 5. ജീസസ്. മത്തായിയുടെ സുവിശേഷം 5. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏത് വചനമായിരുന്നു? ജീസസ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മുപ്പത്തിയാറാമത്തെ വാക്യം. 36. മാത്യൂസ് 5. നിങ്ങളുടെ തലയെ കൊണ്ട് സത്യം ചെയ്യരുത്, ഒരു രോമം വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിങ്ങൾക്ക് കഴിയല്ലേ. ഇനി നിങ്ങൾ എത്ര ക്ലെയിം ചെയ്താലും നിങ്ങളുടെ ഒരു തലമുടി വെളുപ്പിക്കാൻ പറ്റുമോ കറുപ്പിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ പറയും അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ തലമുടി നിങ്ങളുടെ ഡൈ അല്ലാതെ, എന്നോട് പലരും ചോദിച്ചു, ഒത്തിരി അങ്ങ് നരച്ചു പോയില്ല. ഞാനപ്പോൾ മുഖത്തൊന്ന് നോക്കിയപ്പോഴാണ് കറുത്ത് കരുമാടക്കുട്ടൻ്റെ കുട്ടി. പ്രൈസ് ദി ലോർഡ്. അല്ല, ഉപയോഗിക്കാത്തവർ പറഞ്ഞായിരുന്നു ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അവരെ നടത്തുന്നല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാനതിനെപ്പറ്റി തമാശയായിട്ട് പറഞ്ഞാൽ നോക്കി, യേശുവാ പറഞ്ഞു, നമ്മുടെ രോമത്തിൻ്റെ മേൽ നമുക്ക് അധികാരമില്ല, വേറൊരാളുടെ രോമത്തിൻ്റെ മേലും ഇല്ല, ചെറിയൊരു കാര്യത്തിൻ്റെ പോലും നമുക്ക് അധികാരമില്ല. പ്രൈസ് ദി ലോർഡ്. ജീസസ്. പ്രൈസ് ദി ലോർഡ്. എത്രമാത്രം ഞാൻ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യണം? ഞാൻ എത്രമാത്രം ദൈവത്തിന് ആശ്രയിക്കണം? ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യം, ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യരുത്. എന്നിൽ നീ ട്രസ്റ്റ് ചെയ്യും, നീയും മാറും. പ്രൈസ് ദി ലോർഡ്. എന്നെ ഞാൻ ഉയർത്തതല്ല ഒരിക്കലും. നിങ്ങൾ യേശുവിലേക്ക് വേണം പോകാൻ. എനിക്ക് നിങ്ങളെ മാറ്റാൻ പറ്റത്തില്ല. യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നിൽ നിന്ന് എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നോ അതിന് വേണ്ടുന്ന ദൈവശക്തി
ദൈവജ്ഞാനം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തി അതിൽ ജീവിക്കണം. അത് ജീവിക്കുന്നതിന് പകരം നമ്മൾ ഈ ലോകത്തിൻ്റെ അറിയാമല്ലോ, യേശു പറഞ്ഞ അറിയാമല്ലേ, ഈ ലോകത്തിൽ നിങ്ങൾ നിക്ഷേപം ദ്വേഷിക്കരുത്, പുഴുക്കെടുക്കുന്നതും തുരുമ്പെടുക്കുന്നതുമായ ഈ ലോകത്തിലെ നിക്ഷേപത്തിലല്ല നിങ്ങളുടെ ശ്രദ്ധ ഇരിക്കേണ്ടത്, സ്വർഗത്തിലാണ് ശ്രദ്ധ ഇരിക്കേണ്ടത്. നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നിടത്ത്, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം. ഇന്ന് അനേക ദേവദാസന്മാരുടെ ഓരോ നിക്ഷേപം എവിടാ, ഹൃദയം എവിടാ ഇരിക്കുന്നത്? രാവിലെ തൊട്ട് അവർ നിക്ഷേപത്തിന് വേണ്ടിയിട്ടാ അല്ലേ? ചിന്തിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോകത്തിലെ നിക്ഷേപത്തിന് വേണ്ടി അല്ല, ഈ ലോകത്തിൽ നമുക്ക് നിക്ഷേപം തരുന്നത് ദൈവം ഹിതമാണെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് തരുന്നത്. കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വിളിച്ചവരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. ഞാൻ ഇനി ഒരു വചനം കൂടെ കാണിക്കുക. 1 കൊരിന്ത്യർ 7. ജീസസ്, ജീസസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സാവകാശം നമ്മൾ വചനം പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ജീസസ്, ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 7:16. പ്രൈസ് ദി ലോർഡ്. സ്ത്രീയെ, നിന്റെ ഭർത്താവിന് രക്ഷ വരുത്തും നിനക്കെങ്ങനെ അറിയാം? കാരണം ആ രക്ഷ ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. പുരുഷ, നിന്റെ ഭാര്യയ്ക്ക് രക്ഷ വരുത്തുമെന്ന് നിനക്കെങ്ങനെ അറിയാം? അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തതുമായിട്ട് വിവാഹബന്ധം പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചിലർ വിചാരിക്കും ഞങ്ങളങ്ങ് മാറ്റും പ്രാർത്ഥിച്ച്. ഒരു മണ്ടത്തരായി പറയും. പ്രാർത്ഥിച്ച് മാറ്റാനാണെങ്കിൽ ഈ വചനം എടുക്കണം. അവിശ്വാസികളോട് ഇണയില്ല പേരെ ചേരരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാ. നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന മൂലമായി ഇന്നാരും രക്ഷിക്കപ്പെടുന്നോ, ഒരു മുഖാന്തരമാകാം. പക്ഷെ ദൈവത്തിൻ്റെ വിചാരിക്കാതെ ഒരു വ്യക്തിയെ മാറ്റാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെടാത്ത ഒരു ഭാര്യ അല്ലെ ഭർത്താവാണെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ദൈവികമാകത്തില്ല. കാരണം 2 വഴിക്കാണ്. ഒന്ന് നശിച്ചു പോകുന്നവരുടെ കൂട്ടവും, വേറൊന്ന് ദൈവശക്തിയിൽ ജീവിക്കുന്നവരുടെ കൂട്ടവും വീടിൻ്റെ അകത്ത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് സത്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കണം, നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. നശിച്ചു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റാണ്. പെരിഷ്, നിത്യതയിലെ കാര്യമാണ് പറയുന്നത്, ഇവിടുത്തെ അല്ല. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ദൈവത്തിന് മഹത്വം. പക്ഷേ ഈ വെളിപ്പാടുള്ളവരെ അങ്ങനെ ഒരു വ്യക്തമായ ഒരു രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കത് വിടുക, നിങ്ങൾ തന്നെ മെഡിറ്റേറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ. നമ്മൾ നമ്മുടെ മക്കൾ ദൈവികമായി നടക്കുവാനുള്ള സാഹചര്യങ്ങൾക്കെതിരായി നിൽക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന അതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി, ഗ്ലോറി, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമുക്കത് പറഞ്ഞില്ലേ, തലയിൽ ഒരു മുടി പോലും വെളുപ്പിക്കാൻ രക്ഷ പറ്റത്തില്ല. ബൈബിളിൻ്റെ വചനം അതാ സ്പഷ്ടമായിട്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ആശ്രയിക്കാതെ ഒരൊറ്റ വ്യക്തിക്കും ദൈവസന്നിധി വരാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്,
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവൻ നയിക്കുക എന്ന് പറയുന്നത് യേശു പറഞ്ഞതുപോലെ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ പിന്നിട്ട് പോവുക എന്ന് പറഞ്ഞാൽ, നോക്കിയേ, യേശുവിനെ പൂർണ്ണമായി അവർ ട്രസ്റ്റ് ചെയ്തിട്ടില്ല. പ്രതികൂലം അല്ല യേശുവിനെ ട്രസ്റ്റ് ചെയ്യാൻ എന്നെ മുഖാന്തരമായിരിക്കുന്നത്, ഞാനും യേശുവായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നം വന്നാലും ഞാൻ യേശുവിനെ വിടുന്നില്ല. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ദൈവശക്തി എവിടുന്ന് വരും? നിങ്ങൾ പറ. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി യേശുവിനെ പിൻപറ്റിയാൽ എവിടുന്ന് ദൈവശക്തി വരും? പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്നിൽ വെളിപ്പെടുവാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ദൈവശക്തി കൊണ്ട് എനിക്കെന്ത് പറയാനോ? ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ മേഖലയിലാണ് നമ്മൾ ഒത്തിരി അറിയേണ്ടത്. ദൈവശക്തി എന്ന് പറയുന്നത് ഇറ്റേണലി നമ്മളെ നിത്യതയിൽ എത്തിക്കുവാൻ വേണ്ടുന്ന ദൈവശക്തി. അതിൻ്റെ അർത്ഥം യേശുവിൽ ആശ്രയിക്കാതെ ഒരിക്കലും എനിക്ക് ആ നിത്യതയുടെ ഫുൾഫിൽ നടത്താൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇനി എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും എന്തെല്ലാം പെരിശായിപ്പോയാലും നിത്യത ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തിക്ക് നഷ്ടപ്പെടത്തില്ല. ആ ഒരു പ്രത്യാശയുള്ള വ്യക്തിക്ക് മാത്രമേ ദൈവഹിതപ്രകാരം ഇവിടുത്തെ ജീവിതം ജീവിക്കാൻ പറ്റൂ. ഞാൻ പഠിച്ചപ്പോൾ ഏറ്റവും മനസ്സിലായ ഒരു കാര്യം, ദൈവത്തെ എത്രയും കൂടുതൽ എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ആ നിത്യതയുടെ വെളിപ്പാടുള്ളവർക്കും മാത്രമേ ദൈവത്തെ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിച്ച് ദൈവം ആഗ്രഹിക്കുന്നവർ ജീവിക്കാൻ പറ്റൂ. ദൈവത്തെ എനിക്ക് കൂടുതൽ സ്നേഹം കൊണ്ടുകൊണ്ടാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ദൈവമായിട്ട് നോക്കുമ്പോൾ ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ ആ വിഷയത്തിൽ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ട, പക്ഷെ അവന് ഒത്തിരി എതിർപ്പ് വന്നേക്കാം. ഇവിടെ കോംപ്രമൈസ് ഇല്ല. കോംപ്രമൈസ് ചെയ്തെങ്കിൽ എന്നിൽ വെളിപ്പെടേണ്ടുന്ന ആത്മീയതയ്ക്ക് എന്തോ പരാജയം പറ്റിയില്ലേ? Praise the Lord. Praise the Lord. Glory to Lord. Glory, glory. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Glory to Lord. Glory, glory. ദൈവത്തിന് മഹത്വം. Praise the Lord. അപ്പോൾ വളരെ ദൈവവചനം നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത്, ദൈവം നമ്മളെപ്പറ്റി എന്തെല്ലാം ആഗ്രഹം. ഏതുകൊണ്ടാണ് ഈ ദൈവവചനം ശരിക്കും മെഡിറ്റേറ്റ് ചെയ്യണം? കാരണം ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ട് പോലും കാണത്തില്ലായിരിക്കും. കാരണം ഇതൊക്കെ വായിക്കേണ്ട കാര്യമില്ല. നമുക്കെന്തെങ്കിലും ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രോമിസുകളൊക്കെ പിടിച്ചു വാങ്ങിക്കുക, നമ്മളിൽ എന്തൊക്കെ വെളിപ്പെടണമെന്നുള്ളതോ ഇങ്ങനെ ജീവിച്ചാൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നോ നമുക്ക് പഠിക്കാൻ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് താല്പര്യമില്ല. ന്യൂ ജനറേഷനെല്ലാം, അല്ലെങ്കിൽ ജനറേഷൻ തന്നെയല്ല, മറ്റവരും ഇവിടെ എന്ത് ബ്ലെസ്സിങ് ഇപ്പം ഉണ്ടാക്കിയെടുക്കാം. ശരിയാ, ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യും. പക്ഷെ നമ്മളിൽ വെളിപ്പെടേണ്ട ഒരു ആത്മീയത, അതല്ലേ ദൈവത്തിനൊരു സ്വാതന്ത്ര്യം നമ്മളോട് ഇടപെടാനും ഒരു സ്വസ്ഥതയും നമ്മളോട് കൊടുത്ത് അല്ലേ? നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോഴായിരിക്കും അവിടെ ഒരു സുഖം. പറയാത്ത കുഞ്ഞുങ്ങളാകുമ്പോൾ നിങ്ങളുടെ ആ ഭവനത്തിലെ അന്തരീക്ഷം തന്നെ മാറിയല്ലേ? കുഞ്ഞിനും പാടുക, നിങ്ങൾക്കും പാടാം അവിടെ ജീവിക്കാൻ അല്ലേ? പിന്നെ നിങ്ങളൊരു പക്ഷേ ആ കുഞ്ഞിന് കൊടുക്കേണ്ട പലതും നിങ്ങൾ കൊടുക്കുന്ന വരത്തില്ല. തിരിച്ച് അപ്പനെ സ്നേഹിക്കാനും പറ്റത്തില്ല കുഞ്ഞിന് അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തി അവൈലബിൾ. അങ്ങനെയാണ് ബൈബിൾ മൊത്തം റോമാലേഖനത്തിലെല്ലാം പറയുന്നത്. ഈ ലോകത്ത് അനേകരെ പഠിപ്പിക്കുന്നത് എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഒരിക്കലും യേശു അങ്ങനെയല്ല പഠിപ്പിച്ചു. യേശുവിനെ കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവാ എന്നിൽ വാഴേണ്ടത്. എല്ലാ മേഖലയിലും യേശു എന്നിൽ വാഴണം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ വാഴുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഏതെങ്കിലും മേഖലയിൽ ഞാൻ എന്നിൽ വിശ്വസിച്ചാൽ എൻ്റെ ഇഷ്ടമായിരിക്കും, ഞാനായിരിക്കും ആ മേഖലയിൽ വാഴുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കും ഒരു ചെറിയ കാര്യമല്ല ഉള്ളൂ, അത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഓർത്തോണം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്
ഭയങ്കരമാണ് ഇല്ലേ? നിങ്ങൾക്ക് പലതും എടുത്ത തീരുമാനങ്ങൾ തിരുത്താൻ പറ്റാത്ത പോലുള്ള തീരുമാനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെങ്ങനെ മാറ്റും? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോണം, ആ ഒരു മേഖലയിൽ പോയാൽ ഒരു അവിശ്വാസിയുടെ കൂടെ ഒരു വിശ്വാസി ജീവിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പർപ്പസ് മൊത്തം പൊളിഞ്ഞു. കാരണം പിരിയാനും പറ്റത്തില്ല. ബൈബിൾ ആരും പിരിയാനും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒത്തിരി നടക്കുന്നുണ്ട്. ദൈവികമല്ല, ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ മേളത്തെ വചനമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് നമുക്ക് ദൈവാത്മാവിനെ തന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പോലും നമ്മൾ മഹത്വം എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശു മഹത്വം എടുക്കണം. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ആണോ? യോഹന്നാന്റെ സുവിശേഷം 15. ജീസസ്. ഇതിനകത്ത് നിൽക്കില്ല. 26 വാക്യം, 26-27. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. അപ്പോൾ പരിശുദ്ധാത്മാവ് മാത്രമേ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയൂ. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം യേശുവിനെക്കുറിച്ച് സാക്ഷിക്കുക എന്നാണ്. വേറൊരു സാക്ഷ്യമല്ല പരിശുദ്ധാത്മാവിനുള്ളത്. പരിശുദ്ധാത്മാവിന് എപ്പോഴും നമ്മളെ, ഒരു വ്യക്തിയെ യേശുവിലേക്ക് ഫോക്കസ് ചെയ്യിക്കുക. കാരണം അവൻ്റെ പൂർണ്ണ രക്ഷ യേശുവിൽ കൂടി മാത്രമേ പറ്റൂ. കാരണം കാൽവറിയിൽ യേശു വില കൊടുത്തതിൻ്റെ എഫക്റ്റ് ഒരു വ്യക്തി പൂർണ്ണമായി അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ കൂടിയല്ല, അത് പറ്റത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരിക്കലും സ്വയം മഹത്വം എടുക്കുന്നില്ല. അത് നിങ്ങൾക്കറിയാം. യേശുവിനെ മഹത്വം കൊടുക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് സ്വയം മഹത്വം എടുക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാണിക്കാം 16-ാം അധ്യായം. ജീസസ്. ജീസസ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ എത്രാമത്തെ വാക്യമാണ്? ജീസസ്. 13-ാമത്തെ വാക്യം. 16-13. യോഹന്നാന്റെ സുവിശേഷം 16:13. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 16:13. 16 verses 13. നോക്കിയേ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ. നോക്കിയാൽ പരിശുദ്ധാത്മാവ് ഒരിക്കലും സ്വയമായി സംസാരിക്കുന്നില്ല. താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. നോക്കിയാൽ പരിശുദ്ധാത്മാവായിരിക്കണം നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, അല്ല നമ്മൾ പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്യാൻ പോവല്ല. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൻ്റെ ആത്മാവാണ് നമുക്ക് യേശു ആരെന്നും യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നമുക്ക് പറയുന്നതും ഇതെല്ലാം ദൈവാത്മാവാണ്. നോക്കി, അപ്പം ഇത് നശിച്ചു പോകുന്നവർക്കില്ല. നശിച്ചു പോകുന്നവർ പരിശുദ്ധാത്മാവിനെ റിജക്റ്റ് ചെയ്യുന്നു, യേശുവിനെ റിജക്റ്റ് ചെയ്യുന്നു. ആ സാക്ഷ്യം പറയുമ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യുന്നു. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. നോക്കി, ആത്മാവ് വന്നത് എന്നെ സകല സത്യത്തിലും വഴി നടത്താനാണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ സകല സത്യത്തിലും ആയില്ല? ഇപ്പോഴും അനേക സത്യത്തിലല്ല നടക്കുന്നത്. ആരുടെ കുഴപ്പമാണ്? ഇൻ ഓൾ ട്രൂത്ത് യു ഇൻ ടു ഓൾ ട്രൂത്ത് എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നാൽ ദൈവത്തിൻ്റെ എല്ലാ സത്യവും ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്ത് ഗൈഡ് ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് വന്നത്. ചില വിഷയങ്ങൾ മാത്രമല്ല. എന്തുകൊണ്ട് പരാജയം സംഭവിക്കുന്നു?
നമുക്ക് താല്പര്യമുള്ള ചില വിഷയം മാത്രമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വചനം നോക്കി. അവൻ എനിക്കുള്ളതെന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതോടെ എന്നെ മഹത്വപ്പെടുത്തും. പരിശുദ്ധാത്മ എന്ത് ചെയ്താലും യേശുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട്, നമ്മളെയല്ല. കാരണം യേശുവിൻ്റെ യേശു ചെയ്തത് എടുത്താണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതിൻ്റെ അകത്ത് എന്നിൽ വരുന്ന മാറ്റത്തിൻ്റെ മഹത്വം യേശുവിന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങൾ പറ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വരാതെ എങ്ങനെ നിങ്ങൾ യേശുവിന് മഹത്വമാകും? യേശുവിന് മഹത്വം കൊടുക്കാൻ പറ്റും? പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്താതെ നിങ്ങൾ എങ്ങനെ യേശുവിന് മഹത്വം കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെ ഓരോരുത്തരിലും യേശുവിന് മഹത്വം വരുന്ന കാര്യങ്ങൾ നടക്കണമെന്നാണ്. അങ്ങനെ ഒരു ആത്മീയതയല്ല ഇപ്പം നമ്മൾ കാണുന്ന ആത്മീയത, അല്ലേ? പരിശുദ്ധാത്മാവ് സ്വയമായിട്ട് മാത്രം എടുക്കുന്നില്ല. എനിക്കുള്ളതെന്ന് എടുത്താൽ പരിശുദ്ധാത്മാവ് എങ്ങനെ യേശു ഇവിടെ ആയിരുന്നപ്പോൾ പിതാവ് പറയാത്ത ഒരൊറ്റ കാര്യം പോലും സംസാരിച്ചില്ല എന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ നല്ലാത്ത ഒരൊറ്റ കാര്യം സംസാരിക്കത്തില്ല. പണ്ട് തൊട്ടേ പഴയ നിയമത്തിൽ തന്നെ പഠിച്ചാൽ എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തിക്കും ആ മഹത്വം വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താ? ഒരു വ്യക്തിയിൽ ആ മഹത്വം വന്നെങ്കിൽ ആൾക്കാരുടെ എല്ലാം ഫോക്കസ് എങ്ങോട്ടാവും? ആ വ്യക്തിയിലേക്കാവും, അല്ലേ? അതോ യേശുവിലേക്കാവുമോ? പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ. വചനപ്രകാരം ആ വ്യക്തിക്ക് എങ്ങനെ ഈ വ്യക്തിയെ യേശു ക്രിസ്തുവിൽ വളർത്തിയെടുക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കി, അതാണ് യേശു വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ജിതിൻ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ ഒന്നും അറിയാത്തവനായിരുന്നു നിൽക്കാൻ. കാരണം എന്താ? എന്നിലേക്ക് ആരും ഫോക്കസ് ചെയ്യരുത്. എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് യേശുവിലേക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യണം. എൻ്റെ ജ്ഞാനത്തിൻ്റെയോ എൻ്റെ വൈഭവമോ അല്ല മനുഷ്യനെ ആകർഷിക്കേണ്ടത്, യേശുവിലേക്ക് ആകർഷിക്കണം. പക്ഷെ ഇന്നത്തെ പല പ്രസംഗങ്ങളും തന്നിലേക്ക് ആകർഷിക്കുക. വരുന്നവരും ശുശ്രൂഷകരെ ഡിപ്പെൻഡ് ചെയ്യുന്നല്ലേ? ജീസസ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്തുവിൻ്റെ തികവ് വ്യക്തികളിൽ വരത്തില്ല. അവരെ സകല സത്യത്തിൽ നടത്താൻ എനിക്ക് പറ്റത്തില്ല. എന്നിലാണ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സകല സത്യത്തിൽ നിങ്ങളെ നടത്താൻ എനിക്ക് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ യേശുവിൽ നിന്നുള്ള ഫോക്കസിനെ തെറ്റിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ടത് ഫോക്കസ് ചെയ്യിക്കുകയാണെങ്കിൽ ദൈവാത്മാവല്ല. ദൈവാത്മാവിൻ്റെ ഉദ്ദേശം തന്നെ യേശുവിന് മഹത്വം എടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്. കാരണം എന്താ? യേശുവിന് മാത്രമേ ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിരൂപനാക്കാൻ പറ്റൂ. ജീസസ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പൗലോസ് മൊത്തം പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ക്രിസ്ത്യാനിരൂപനാകാനും, അല്ലേ? പൗലോസ് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിക്കാൻ പറ്റും, പക്ഷെ ആകുമോ ഇല്ലയോ എന്നുള്ളത് ദൈവം തീരുമാനിക്കുന്നത്. എനിക്ക് അല്ലേ? പൗലോസ് പറഞ്ഞു എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എനിക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങളെ ആ ഒരു വെളിപ്പാടിലേക്ക് വന്നാലേ പറ്റൂ. ഒരു വ്യക്തിയെ മാറ്റാൻ യേശുവിനല്ലാതെ ആർക്കും പറ്റത്തില്ല. ആ വ്യക്തിയുടെ യേശുവിലുള്ള വെളിപ്പാടാണ് ആ വ്യക്തിയെ ക്രിസ്ത്യാനുരൂപനാക്കി മാറ്റുന്നത്. ജീസസ്, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി, 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 പ്രൈസ് ദി ലോർഡ്. പൗലോസ് പ്രാർത്ഥിച്ചിട്ടുണ്ട് റോമാലേഖനം. ജീസസ്, ഒന്നോട്ട് റോമാലേഖനം 9. ജീസസ്, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല. അടുത്ത വചനം, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അടുത്ത വചനം, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീക്ക് എങ്ങനെങ്കിലും എൻ്റെ ചാർച്ചക്കാരെ യഹൂദന്മാരെ ഒന്ന് രക്ഷിക്കണം, ഞാൻ വേണേ അങ്ങ് ശാപഗ്രസ്തനായി പോകാം. പക്ഷെ ആ പ്രാർത്ഥനയുടെ മറുപടി കുറച്ച് യഹൂദന്മാർ മാറി എന്നുള്ളതല്ലാതെ എല്ലാവരും മാറിയിട്ടില്ല. പൗലോസിന് തൻ്റെ ചാർച്ചക്കാരെ എല്ലാം മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷേ തനിക്ക് വളരെ ഭാരത്തോടു കൂടി താൻ തന്നെ ഇല്ലാതാകുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്താനല്ല ഞാനിവിടെ പറഞ്ഞത്. കാരണം എന്താ, നമുക്കറിയത്തില്ല, പൗലോസിന് അറിയത്തില്ല ആരൊക്കെ രക്ഷിക്കപ്പെടുമെന്ന്. ആ രക്ഷയിലേക്ക് വരാൻ നമ്മുടെ പ്രാർത്ഥന മുഖാന്തരമാണ്. അല്ലെന്നുണ്ടെങ്കിൽ പൗലോസ് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് എത്ര അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രസവവേദനപ്പെടുന്നുണ്ട്. ആ പൗലോസ് തന്നെ പറഞ്ഞത് എനിക്ക് മാറ്റാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ മാറ്റാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണെന്നറിയാമോ, ഏറ്റവും വലിയൊരു തിയോളജി പഠിച്ചു, ഒരു മനുഷ്യാത്മാവിൻ്റെ മേലും വേറൊരു മനുഷ്യാത്മാവിന് അധികാരമില്ല, ദൈവത്തിനല്ലാതെ. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പേരെ രക്ഷിക്കായിരുന്നില്ലേ? പിന്നെ രക്ഷയുടെ മഹത്വം ആരെടുത്തേനെ? ഞാനെടുത്തേനെ അല്ലേ? പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവറിയിൽ ചെയ്ത ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ ആ വ്യക്തി രക്ഷയിലേക്ക് വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റാ. സുവിശേഷം അറിയിക്കൽ വളരെ ഇമ്പോർട്ടൻ്റാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം ആരും നശിച്ചു പോകരുത്, ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ, ഹല്ലേലൂയ, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, 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 ദൈവത്തിന്റെ മഹത്വം, ഹല്ലേലൂയ. നോക്കി, അപ്പോൾ എന്തല്ല, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ് അവനിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പരിശുദ്ധാത്മാവ് തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനെ എങ്ങനെ പരിശുദ്ധാത്മാവ് വരാതെ എങ്ങനെ സകല സത്യത്തിലും വഴി നടക്കും? ശിഷ്യന്മാരെ വഴി നടത്താൻ പറ്റിയില്ല. യേശു കൂടെ നിൽക്കുമ്പോൾ പോലും യേശു ആരെന്ന് വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് പറ്റുമോ? ജീവനോടിരിക്കുന്ന യേശു ഫിസിക്കലായിട്ട് അവിടെ നിൽക്കുമ്പോൾ താൻ ആരെന്ന് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പറഞ്ഞു നോക്കിയല്ലേ,
ഓരോ സ്റ്റെപ്പിലും പറയും എനിക്ക് പോകാനുണ്ട്, നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തില്ല. കാരണം എന്താ? ദൈവശക്തിയില്ല, ദൈവജ്ഞാനവും ഇല്ല. ദൈവജ്ഞാനവും ദൈവശക്തിയും ഇല്ല. അപ്പോൾ ദൈവജ്ഞാനവും ദൈവശക്തിയും ഇല്ലാതെ ഈ ഭൂമിയിലെ ജീവിതം ദൈവികമല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഇവരെ പറ്റി പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അയക്കാമായിരുന്നു, കാരണം ഞാനങ്ങനെ ശാപഗ്രസ്തനായി പോകട്ടെ. കാരണം ക്രിസ്തു യേശുവിലായവർക്ക് ശാപത്തിലല്ല. പൗലോസ് ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതാണ്. വേണേ ഞാനങ്ങ് ശാപഗ്രസ്തനായ, പക്ഷേ അത്രമാത്രം സ്നേഹം തൻ്റെ ചാർച്ചക്കാരോടുണ്ടായിരുന്നു. മോശെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മാറ്റിക്കളയണമേ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. നോക്കി, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണം ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളതാണ്. നോക്കി, ഇവർക്കിതെല്ലാം ഉണ്ടായിട്ടും അവർക്ക് ഈ സത്യം അറിയാൻ പറ്റിയില്ല. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തവും അവർക്കുള്ളവയാണ്. അടുത്ത വചനം, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. നമ്മൾ വെറും ജാതികളാട്ടോ. ഒരു വാഗ്ദത്തം, ഒരു യോഗ്യതയില്ലായിരുന്നു, നമ്മളെ ക്രിസ്തു യേശുവിൽ കൂടി വീണ്ടെടുത്തതാണ്. ഈ വാഗ്ദത്തങ്ങൾ മൊത്തം നമുക്ക് തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എന്തൊരു യോഗ്യതയാന്ന് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മൾ നല്ലവണ്ണം ജീവിച്ചാൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. എന്തായി പറയുന്നത്? ഈ വാഗ്ദത്തം എങ്ങനെ പ്രാപിക്കും? ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തമാണ് ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏത് വാഗ്ദത്തമാണ് നല്ലവണ്ണം ജീവിച്ചാൽ ലഭിക്കേണ്ടത്? പറ. യേശുവിനെ കൂടാതെ നല്ലവണ്ണം ജീവിച്ചാൽ ഏത് വാഗ്ദത്തം ലഭിക്കണം? ആർക്കും വരാനൊക്കെ ഇല്ലേ? യേശുവിനെ കൂടാതെ നല്ലവണ്ണം ജീവിച്ചാൽ ഏത് വാഗ്ദത്തം ലഭിക്കണം? ഒരാൾ പറഞ്ഞു, നിങ്ങൾ വാഗ്ദത്തം ഉള്ളവരാ, നിങ്ങളെല്ലാം നല്ലവണ്ണം ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ നിങ്ങൾക്ക് സത്യം അറിയത്തില്ല. ഞാൻ വേണേ ശാപഗ്രസ്തനായി പോകാം, നിങ്ങൾക്ക് ഈ സത്യം ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓരോ സദാ പ്രാർത്ഥിക്കുന്നു. അടുത്ത വചനം, അതിൻ്റെ വെള്ളത്തെ മനെ അത് 5 എന്തുവായിരുന്നു? പിതാക്കന്മാരും അവർക്കുള്ളതിന് ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവർ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ട അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും. ആര്? യേശു ദൈവമാണെന്ന് ആരെങ്കിലും മുസ്ലിങ്ങൾ ചോദിച്ചാൽ പറയാം, ഞങ്ങൾക്ക് അറിയത്തില്ല, യേശു പുത്രനാണ് അല്ലേ? മറ്റു സഹോദരന്മാർ ചോദിക്കുക, യേശു ദൈവമാണോ? ഈ വചനം എന്താ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. യേശുവിനെ കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. യേശുവിനെ കൂടാതെ ഒരു വാഗ്ദത്തവും ഇല്ല. എന്ത് വാഗ്ദത്തം? പറ. യേശുവിനെ കൂടാതെ നിത്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ത് വാഗ്ദത്തം യേശുവിനെ കൂടാതെ? നോക്കിയേ, എന്ത് ഭാരം ഉണ്ടാക്കുമല്ലേ നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തി. അതുകൊണ്ടാണ് നശിച്ചു പോകുന്നു. ആത്മീയൻ സ്വലത്തെ അറിയാം, അവർക്കറിയത്തുമില്ല. അതാ വേറൊരു പ്രശ്നം. നമ്മൾ കൂടെ സന്തോഷിക്കുമ്പോഴും അവർക്കറിയത്തില്ല, അവർ നശിച്ചു പോകുകയാണ്. പക്ഷേ ആത്മീയൻ സ്വലത്തെയും വിവേചിക്കുന്നതായിട്ട് അറിയാം. കാരണം അവരെ എങ്ങനെയാണ് നമുക്കറിയുന്നത്? വേറെയല്ല, ഫലം കണ്ടറിയാം. ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി, ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോൾ ക്രിസ്തുവിൻ്റെ ഫലം ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് പുറപ്പെടുവിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ ഫലം പുറപ്പെടുവിക്കാമായിരുന്നെങ്കിൽ യേശു വരണോ? ന്യായപ്രമാണം പോരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ ഫലം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പുറപ്പെടുവിക്കാൻ പറ്റുമായിരുന്നു? യേശു വരണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്. പക്ഷെ നമ്മളെ ഈ സുവിശേഷം ഫോക്കസ് ചെയ്യിക്കുന്നത് എങ്ങോട്ടായിപ്പോയി? നല്ല പ്രവൃത്തി ചെയ്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, അല്ലേ?
ക്രിസ്തുവിൻ്റെ ഫലത്തിൽ ജീവിച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് ജീവിക്കാം, അത് വേറൊരു കാര്യം. ക്രിസ്തുവിൻ്റെ ഫലത്തിലാണ് ഞാൻ ജീവിക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നെ പിൻപറ്റും, അല്ലേ? ആണോ? പ്രൈസ് ദി ലോർഡ്. അല്ല, ഞാൻ എന്തെങ്കിലും കാണിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? ഇനി യേശു ഇത്രയും കാര്യം ചെയ്തിട്ട് ഞാൻ വല്ലതും കാണിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? അത് യേശുവിനോടുള്ള നിന്നയല്ലേ? ദൈവം ആഗ്രഹിക്കുന്ന ഫലം ഏതാണ്? ക്രിസ്തുവിൻ്റെ ഫലത്തിൻ്റെ നിറവ് അല്ലേ? ദൈവശക്തി എൻ്റെ അകത്തുണ്ടല്ലേ? ആ ദൈവശക്തി കൊണ്ട് ക്രിസ്തു എൻ്റെ അകത്തുണ്ട്. ഞാൻ പറയിപ്പിക്കുന്ന എൻ്റെ സ്വന്തം ഫലമാണെങ്കിൽ എന്തിനാ യേശു അകത്ത് വന്നത്? പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആ ഗലാത്യലേഖനമൊക്കെ വായിച്ചു, ആത്മാവിൻ്റെ ഫലം എന്നാ പറഞ്ഞത്, അല്ല ജഡത്തിൻ്റെ ഫലം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? അതെവിടുന്ന് വന്നു ഈ ആത്മാവിൻ്റെ ഫലം? ആത്മാവില്ലാത്തവൻ എങ്ങനെ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത്? ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം. അപ്പം വേറെ ജഡത്തിൽ ഉള്ള ആ ഫലമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമല്ല. അതും നല്ല ഫലമായിട്ട് തോന്നും, അല്ലേ? ആണോ? നിങ്ങൾക്ക് ആർക്കും ഒരു അനക്കമില്ലല്ലോ. ആത്മാവില്ലാത്തവൻ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ എങ്ങനെ ക്രിസ്തുവിൻ്റെ ഫലം പുറപ്പെടുവിക്കും? അപ്പോൾ ഇപ്പോൾ പുറപ്പെടുവിക്കുന്ന ഫലം ഏതാ? ഇത് ഫലം ശരീശന്മാരും സാധുക്കരും പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന യേശു വന്നപ്പം. പ്രൈസ് ദി ലോർഡ്. കിട്ടുന്നത് എല്ലാം പതാരം കൊടുക്കുമായിരുന്നു, 3 വട്ടം ഉപവസിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഓടി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജീസസ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അവിടെ ഹൃദയം യേശുവിൻ്റെ ദൂരെയായിരുന്നു. യേശുവിൻ്റെ ദൂരെ ഇരുന്നുകൊണ്ട് ഈ ഫലമെല്ലാം കാണിക്കാൻ പറ്റും. ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് നിങ്ങൾ കേൾക്കട്ടെ. ഞാൻ ഇനി എന്ത് ചെയ്തിട്ട്, യേശുവിനെ കൂടാതെ വല്ലതും ചെയ്തിട്ട് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. ഗ്ലോറി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവരെ പറ്റി 10-ാം അധ്യായത്തിൽ ജീസസ് ഒന്നോട്ട്. ജീസസ്. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. നോക്കിയേ, അപ്പോൾ പ്രാർത്ഥിക്കേണ്ടെന്ന് പൗലോസ് പറഞ്ഞിട്ടില്ല. പൗലോസ് തന്നെ പറഞ്ഞത് നശിച്ചു പോകുന്നവർക്ക് ക്രൂശിൻ്റെ വചനം പോഷത്വമാണ്. ആ പൗലോസ് തന്നെ പറഞ്ഞത് ഞാൻ ഇത്രമാത്രം യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ചിലർ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണോ അതോ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്? പ്രൈസ് ദി ലോർഡ്. ആർക്കും ആൻസർ ഇല്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇത്രമാത്രം കൃപയിലെ ശുശ്രൂഷകനായിരിക്കുന്ന പൗലോസ് പറയുക, അവർ രക്ഷിക്കപ്പെടണമെന്ന് വെച്ച് എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയാണ് ഇവർ രക്ഷിക്കപ്പെടണം. അതന്നല്ല, ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ആ പൗലോസ് തന്നെ പറഞ്ഞത് ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വചനം നോക്കി. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിൽ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർക്ക് എന്തൊരു എരിവാണെന്നറിയാം ദൈവത്തെ. ഇന്ന് നമുക്കറിയാമല്ലോ, ഇത്ര പേര് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്ത് കളയും. പ്രൈസ് ദി ലോർഡ്. മാരേജും കറ്റി അംഗം അടികൊള്ളാൻ റെഡിയായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീസസ്. എൻ്റെ ചർച്ചക്കാരത്തിൽ പേരങ്ങനെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടും ഒന്നാണ്. ഞാൻ പറയുന്നതും അവർ ചെയ്യുന്നതും എല്ലാം ഒന്നാണെന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിളിയുണ്ട് അതനുസരിച്ച്. അപ്പോൾ അതെനിക്ക് വിഷമുണ്ടാക്കുന്ന നശിച്ചു പോകുന്നവർക്ക് മോശത്വമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് തന്നെ തൻ്റെ ചാർച്ചക്കാരെ പറ്റി പറയുക, അവർക്ക് ഭയങ്കര തീക്ഷ്ണതയാണ് ദൈവത്തെക്കുറിച്ച്, പക്ഷെങ്കിൽ യഥാർത്ഥ സത്യം അറിയത്തില്ല. അടുത്ത വചനം, അവർ പരിജ്ഞാനപ്രകാരം അല്ല ദൈവത്തെ സംബന്ധിച്ച്. അടുത്ത വചനം, 3-ാമത്തെ നോക്കിയേ. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ, നോക്കിയേ,
ദൈവത്തെക്കുറിച്ച് എരിവുള്ളപ്പോഴും ദൈവത്തിൻ്റെ നീതി അറിയാം. സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. സ്വന്തം നീതിക്കാരൻ ഒരിക്കലും ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെടുന്നില്ല. ഈ സ്വന്തം നീതിയും ദൈവനീതിയും പറഞ്ഞാൽ ഒരു ഭയങ്കര വിഷയമാണ്. എൻ്റെ നീതി വെളിപ്പെടുന്ന ഒരാക്റ്റും ദൈവികമല്ല. എൻ്റെ നീതി വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്താലും അത് ദൈവികമല്ല. യേശു എന്നിൽ കൂടി ആ ദൈവശക്തി ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ നീതി എന്നിൽ കൂടി ഫലമായിട്ട് വരിക. എനിക്കൊരിക്കലും സ്വന്തം നീതി അല്ലാതെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ നീതി സ്വന്തം നീതി തമ്മിലുള്ള വ്യത്യാസം? യേശുവിനെ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് സ്വന്തം നീതിയേ ഉള്ളൂ. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. പക്ഷെ ദൈവനീതിക്കാരൻ ദൈവം എന്നിൽ പ്രസാദിച്ചതുകൊണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ജീവിക്കുക. അത് ഞാൻ മറ്റുള്ളവരെ കാണിക്കാനല്ല, എനിക്കെന്തെങ്കിലും കിട്ടാനും വേണ്ടിയിട്ടുമല്ല. പക്ഷെ ദൈവം എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ നീതി ഇട്ടു. ഇനി ആ നീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. യേശു മഹത്വം എടുക്കുന്നത് ഞാൻ ദൈവനീതിയിൽ ജീവിക്കുമ്പോഴാണ്. ഞാൻ എന്നിൽ കൂടി യേശു മഹത്വം എടുക്കുന്നത് ഞാൻ ദൈവനീതിയിൽ ജീവിക്കുമ്പോഴാണ്. എവിടെ സ്വന്തം നീതിയിലേക്ക് പോയോ ഞാൻ മഹത്വം എടുക്കും, യേശു മഹത്വം എടുക്കത്തില്ല. ഒന്ന് നോക്കിക്കോണം. നിങ്ങൾ ഇന്നൊക്കെ ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ സ്വന്തം നീതിയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ കാൽവറിയാൻ കൊണ്ട് എന്ത് പ്രയോജനം? കാൽവറിയാൻ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടോ? ദൈവശക്തി വ്യാപരിച്ചോ? ഒരു മനുഷ്യനും ദൈവത്തിൻ്റെ നീതിയിലൂടെ ജീവിക്കാൻ പറ്റത്തില്ല. കാൽവറി യാഗത്തിൽ യേശു എൻ്റെ കത്ത് വന്നത് കൊണ്ടാണ് എനിക്ക് ആ ദൈവശക്തി കൊണ്ടാണ് ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കാൻ പറ്റുന്നത്. എങ്ങനെ ഞാൻ ദൈവനീതിയിലല്ല ജീവിക്കുന്നതെങ്കിൽ എങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകും? സ്വന്തം നീതിക്കാർ നേരത്തെ ഉണ്ടായിരുന്നല്ലോ യേശു വരുന്നതിന് മുമ്പ്. ഇനിയിപ്പോൾ നോക്കിയാലുണ്ടല്ലോ ഈ സ്വന്തം നീതിക്കാർ എല്ലാവരെയും മാറ്റാം, യേശുവിനെ അറിയാത്തവരെ മാറ്റാം, പാരമ്പര്യമായിട്ടല്ലെങ്കിൽ. സ്വന്തം നീതിക്കാരെ ഒരിക്കലും മാറ്റാനൊക്കത്തില്ല. കാരണം അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള ചെയ്യുന്നതെന്ന്. അതായി പൗലോസിനും പറ്റിയൊരവസ്ഥ. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയാം, പാപികളല്ല, പാപികളെന്ന് പറഞ്ഞാൽ എല്ലാവരും പാപികളാണ്. നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന പാപികളല്ല നരകത്തിൽ കൂടുതൽ പോകുന്നത് സ്വന്തം നീതിക്കാരാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി യേശുവിനെ അറിയാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നീതി എന്തെന്ന് അവൻ അറിയുക. ഇനി യേശുവിൽ കൂടി അല്ലാതെ ഒരൊറ്റ വ്യക്തിക്ക് പോലും ദൈവനീതി ജീവിക്കാൻ പറ്റത്തില്ല. അവൻ ദൈവനീതി എന്തെന്ന് പോലും അറിയത്തില്ല. അവൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഞാൻ രാവിലെ പ്രാർത്ഥിച്ചാൽ ദൈവം എന്നെ അനുഗ്രഹിക്കും, അതാണ് ദൈവത്തിൻ്റെ നീതി. ഞാൻ പൈസ കൊടുത്താൽ ദൈവം എന്നെ അനുഗ്രഹിക്കും, അതാണ് ദൈവത്തിൻ്റെ നീതി. ഇങ്ങനെ ഇവിടെ നിന്ന് പ്രസംഗിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ നീതി എന്തെന്ന് വ്യക്തമായിട്ട് വെളിപ്പാടുള്ളത് കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അവിടെ വെളിപ്പെടുന്ന ഒരു പെർഫെക്ഷൻ ഉണ്ട് നിങ്ങൾ ഓരോരുത്തരിലും. ദൈവനീതി ജീവിക്കുന്നവന് അല്ലാതെ സ്വന്തം നീതി ജീവിക്കുന്ന ഒരു പാപിയെ സ്നേഹിക്കാൻ പറ്റുമോ? ഒരു ചെറിയ വിഷയത്തിന് സ്നേഹിക്കാൻ പറ്റത്തില്ല. സ്വന്തം നീതി ജീവിക്കുന്ന ആർക്കെങ്കിലും അവർ പറയും എന്തൊക്കെ പക്ഷേ എങ്കിൽ കണ്ടില്ലേ അനിയനോട് ഇത്ര രസമല്ല. എന്താ സ്വന്തം നീതിയിലാണ് ജീവിക്കുന്നത്? പഠിപ്പിക്കുന്നത് നിങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചാൽ അവനെ തകർക്കും, നിന്നെ അനുഗ്രഹിക്കും അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ഞാൻ ക്രിസ്തുവിൻ്റെ അനുരൂപമാകും? സ്വന്തം നീതി വെച്ചുണ്ടോ? സ്വന്തം നീതി എന്നോട് വെളിപ്പെടും തോറും ഞാൻ ക്രിസ്തുവിൽ നിന്ന് വേർപെടുക. അയ്യോ, ഈ സത്യം പരിശുദ്ധാത്മാവിനല്ലാതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചിലരോട് ഇത്ര പറഞ്ഞാലും പരിശുദ്ധാത്മാവിനല്ലാതെ ഇത് അല്ലാത്ത പോഷത്വം അല്ലേ?
സ്വന്തം നീതിക്കാരനല്ലാതെ ആരാ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന? പോഷത്വമല്ലേ? ഊശിൻ്റെ വചനം പോഷത്വമാണ്. നീ ആ പ്രസാദിപ്പിക്കുന്നെങ്കിൽ കാൽവറിയിൽ യേശു പ്രസാദിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽവറിയിൽ പിതാവാം ദൈവത്തെ യേശു പ്രസാദിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അനേകര് പുത്രത്വവും തേജസ്സും പ്രാപിക്കാൻ. ആ കാൽവറിയിലെ നീതിയിലല്ലാതെ ആർക്കെങ്കിലും പുത്രത്വവും തേജസ്സും പ്രാപിക്കാൻ ഒക്കുമെങ്കിൽ എൻ്റെ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജീസസ്. പ്രൈസ് ദി ലോർഡ്. പാപം ചെയ്യുന്നവർ ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല. അങ്ങനെ ഇപ്പോഴത്തെ വലിയ പഠിപ്പീരല്ലേ? പക്ഷെ ഇതങ്ങനല്ലല്ലോ പറഞ്ഞേക്കുന്നേ. പാപം ചെയ്യുന്നവരാ പെട്ടെന്ന് ദൈവത്തിന് കീഴ്പ്പെടുന്നത് അല്ലേ? അതിനെന്താ കുറ്റബോധമുണ്ട്? ഇവർക്ക് കുറ്റബോധമുണ്ടോ? ഹലോ, യേശുശാസ്ത്രി യേശുവിനെ കണ്ടപ്പോഴേ പോയി മക്കളുടെ കാര്യത്തിൽ പറയുക പാപബോധം വന്നു, ഒന്നരം തന്നെ ദൈവത്തിൻ്റെ നീതിയിലേക്ക് വന്നു. പക്ഷേ സ്വന്തം നീതി നടക്കുന്നവർ കുറ്റബോധം വരുമോ? തങ്ങൾ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ്. അവർക്ക് യേശുവിനെ വേണ്ട, അതിനാ ന്യായവിധി. യേശുവിനെ കൂടാതെ ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കാൻ ഒരൊറ്റ വ്യക്തിക്ക് പറ്റത്തില്ല. ദൈവത്തിൻ്റെ നീതിയിലാണ് ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് സ്വയമായിട്ട് ഒരിക്കലും ദൈവനീതി ജീവിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതധികം ശക്തീകരിക്കുന്നത്. പത്രോസ് തള്ളിക്കളഞ്ഞ യേശുവിനെ തള്ളിക്കളയാതെ വണ്ണം യേശുവിനുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ച ക്രിസ്തുവിന് വേണ്ടി എന്തുമാകാൻ റെഡിയായി പത്രോസ് മാറിയത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ ആർക്ക് പറ്റും? സ്വന്തം നീതിക്കാരന് പറ്റുമോ? എന്താ പറയും? ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എനിക്കിത് വന്നല്ലോ അല്ലേ? ഇല്ലേ? സ്വന്തം നീതിക്കാൻ അതങ്ങനെയല്ലേ പറയുള്ളൂ. പ്രാർത്ഥന പോലും എങ്ങനെ? കർത്താവേ, നീ അറിയുന്നു ഇത്രത്തോളം ഞാൻ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ. എന്നെ യാതൊരു യോഗ്യതയില്ലായിരുന്നപ്പം യേശുവിന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയാം. Praise the Lord. Praise the Lord. Glory to Lord. Glory, glory, glory. Praise the Lord. Hallelujah. Praise the Lord. ദൈവത്തിൻ്റെ നീതിക്ക് ഒരിക്കലും നമുക്ക് പുകഴ്ചയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും, ഏതെങ്കിലും പ്രാർത്ഥിക്കുക, എന്ത് ചെയ്താലും നിങ്ങൾക്ക് പുകഴ്ചയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നീതിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ നീതി മാത്രമേ യേശു പുകഴ്ചയെടുക്കൂ. നിങ്ങളിനി ഏത് കാര്യം നോക്കിക്കോ, സ്വന്തം നീതിയിലാണെങ്കിൽ പുകഴ്ച ഒരിക്കലും യേശുവിന് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്തവണ ചെയ്തു? എന്തവണ ഇരുന്ന് പിടിച്ചേ ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നീതിയിലാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ നീതിയിലായ യേശു മുഖാന്തരമാണ്. ആ ദൈവത്തിൻ്റെ നീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്ന യേശു മുഖാന്തരമാണ്. പുകഴ്ച യേശുവിന് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കഷ്ടങ്ങൾ നമുക്ക് വിഷയമല്ല, ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകും. കാണിക്കാം. 1 പത്രോസ് 4. ജീസസ്. 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 19. 1 പത്രോസ് 4:19. നോക്കിയേ, അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽക്കട്ടെ.
ദൈവത്തിൻ്റെ നീതിയിൽ ഞാൻ ജീവിക്കുമ്പോൾ കഷ്ടം ഷുവർ, ഒരു ബുദ്ധിമത്യമല്ല. ദൈവത്തിൻ്റെ നീതിയിൽ ഞാൻ ജീവിക്കുമ്പോൾ സുവിശേഷ വിരോധി വന്ന് എന്നെ കൊല്ലാൻ വന്നാൽ ദൈവത്തിൻ്റെ നീതിയിൽ ഞാൻ ജീവിക്കുമ്പോൾ എനിക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ് ജീസസ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ്. അങ്ങനെ ഒരുപാട് ഉണ്ട്. ഒത്തിരി വചനം പത്രോസ് പറയുന്നുണ്ട്. കൊലപാതകനോ ദുർനടപ്പുകാരനോ ആയിട്ടല്ല കുറ്റം സഹിക്കേണ്ടത്, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിച്ചാൽ ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ് ജീസസ്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാതിരിക്കാൻ എന്താ വേണം? കോംപ്രമൈസ് അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവിടെ ദൈവത്തിൻ്റെ നീതിയല്ല. എവിടെ കോംപ്രമൈസ് വന്നോ ദൈവത്തിൻ്റെ നീതി പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്. അവിടാണ് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് എന്നെ പിൻപറ്റുന്നത്. ഞാൻ നിൽക്കുന്ന ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്. എനിക്ക് വിഷയം യേശുവാ. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, യേശുവിൽ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവിൽ ജീവിക്കുക, ഹല്ലേലൂയ. ഒരൊറ്റ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ കൊരിന്ത്യർ ലേഖനത്തിൻ്റെ അകത്തുനിന്ന് എടുത്താൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടപ്പുണ്ടല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ. യേശുവാ മഹത്വം എടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു എന്നിൽ മഹത്വം എടുക്കണമെങ്കിൽ എനിക്ക് സ്വയമായിട്ട് ഒരിക്കലും ആ മഹത്വം വെളിപ്പെടുത്താൻ പറ്റത്തില്ല. യോ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് യേശുവിൻ്റെ ഇഷ്ടമായിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു വേണം എന്നിൽ കൂടി അത് ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. കരങ്ങൾ തട്ടി ഇന്ന് കേൾപ്പിച്ച ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില ദൈവിക സത്യങ്ങൾ, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ചില ദൈവിക സത്യങ്ങളുടെ വെളിപ്പാട്. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി, 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി, 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി, 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 ഗ്ലോറി. പ്രതികൂലം നമുക്കൊരു വിഷയമേ അല്ല. ദൈവനീതിയിൽ ജീവിക്കുന്ന വ്യക്തിക്ക് പ്രതികൂലം വിഷയമേ അല്ല. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഓടുക ദൈവനീതിക്കാരൻ. അവൻ്റെ ഓട്ടവും നടപ്പും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിലാണ്. പ്രൈസ് ദി ലോർഡ്. സ്വയ പദ്ധതി ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വന്തം പദ്ധതി ഇല്ല. പ്രൈസ് ദി ലോർഡ്. സ്വന്തം പദ്ധതിയിൽ വ്യാപരിക്കാത്ത ദൈവശക്തി ദൈവ പദ്ധതിയിൽ വ്യാപരിക്കും. ഓ ജീസസ്. ഓ കശന്ധര രഗതിയൽ ഘന മനഗടഗദഗ സന്ധര റോഷകനി ബൗദ്ധഗടഗടഗദിക സോല അറാംശകനാരഗടഗദഗ സന്ധര രൂഢ ഘന ഘനഗതിരഗടഗ അറാംശ തൗരാര ഗടഗദഗൽ ഖരദിയാൽ ഗടഗദിക സൂധര വരവ. ഈ ഭൂമിയിൽ ഏറ്റവും സുഖകരമായ ജീവിതം ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കുന്ന. അവിടെ എനിക്ക് ടെൻഷൻ ഇല്ല. ഞാൻ ദൈവത്തെ കൂടാതല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവം മഹത്വം എടുക്കുമ്പോൾ എനിക്കും സന്തോഷിക്കാൻ പറ്റും. എൻ്റെ യേശു മഹത്വം എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഈ ലോകപ്രകാരം വല്ലതും കിട്ടുമ്പോഴല്ല,
എന്റെ ദൈവത്തിന്റെ നീതിയിൽ ദൈവം മഹത്വമെടുക്കുമ്പോൾ ഹല്ലേലൂയ അകത്ത് വ്യാപരിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. യെസ്, അത് ദൈവിക സന്തോഷമാ. ആ സന്തോഷം ദൈവികമാ, എന്റേതല്ല. ഹല്ലേലൂയ. മാറട്ടെ, വെളിപ്പാടുകൾ മാറട്ടെ, വെളിപ്പാടുകൾ മാറട്ടെ. ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് നിന്നെ പൻപറ്റുന്ന ഹല്ലേലൂയ. യെസ്, ചില ഞെരുക്കങ്ങൾ ഹല്ലേലൂയ ദൈവനീതിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകും. എന്നാൽ അതിന്റെ മേൽ ജയം നൽകുന്ന നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. Thank you, Father. Thank you, Father. ഇവിടെ പെറുപെറുപ്പില്ല. എന്തിന് പെറുപെറുപ്പാൻ? ദൈവത്തിന്റെ നീതിയിൽ എന്നെ നടക്കാൻ പ്രാപ്തനാക്കിയത് യേശുവാ. എന്ത് പെറുപെറുപ്പ്, കഷ്ടത, എന്ത് പെറുപെറുപ്പ്. എനിക്കിതിലോ ഈ കഷ്ടമൊന്നും അല്ലായിരുന്നു, അതിനപ്പുറമായി വരേണ്ടതാ. എന്നാൽ കാൽവരിയിലെ യാഗം എൻ്റെ ശാപത്തെ മാറ്റി. ഓ, ദൈവത്തിന്റെ കോപത്തെ എന്നിൽ നിന്ന് മാറ്റി. ഹല്ലേലൂയ. ഓ ശഖനാരഗദ്ധാൽഖാനാമ്പ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഇവിടെ ജീവിക്കുവാൻ ദൈവം എന്നെ ശക്തീകരിക്കുന്നു. എന്തൊരു ഭാഗ്യം. നിങ്ങൾ പറയും, ചിലരോട് പറയും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. യേശുവിനോട് പറ, നിങ്ങൾ വീഴത്തില്ല. അവിടെ ജയാളയാക്കി നിങ്ങളെ മാറ്റുന്ന ഒരു യേശു, അതിൻ്റെ മേൽ ജയമെടുത്തൊരു യേശു. ആത്മാവെങ്ങനെയാ പറയുന്നത്? മനുഷ്യരിൽ ആശ്രയിക്കുന്നത്, മനുഷ്യന്റെ പദ്ധതിയിൽ ആശ്രയിക്കുന്നത്. അവിടുന്ന് വല്ലതും കിട്ടും എൻ്റെ വിഷയത്തിന് ആ വ്യക്തിയിൽ കൂടി. നോ, നിന്റെ വിഷയത്തിന്റെ പരിഹാരം യേശു മാത്രം. നിന്നെ ബോൾഡ് ചെയ്യാൻ യേശുവിന് മാത്രമേ പറ്റൂ. നിന്നെ ആ പദ്ധതിയിൽ എത്തിക്കുവാൻ യേശുവിന് മാത്രമേ പറ്റൂ. Oh, Jesus, hallelujah. Rika sepeni ala gadaga shandara ramshagano haragadagadiyal kharabadagadagadagasa. അനേകര് തുഴഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്നു. നീ അല്ല തുഴയേണ്ടത്. കപ്പിത്താൻ അമരത്തിരിപ്പുണ്ട്, അവന്റെ കയ്യിലോട്ട് തുഴയാൻ ഏൽപ്പിക്ക്. നിന്റെ തുഴച്ചിൽ നിർത്തി കപ്പിക്കാന്റെ കയ്യിലോട്ട്. ഹല്ലേലൂയ. യെസ്, അമരം കാക്കട്ടെ. നീ മുങ്ങത്തില്ല, നീ മുങ്ങത്തില്ല, നീ മുങ്ങത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഓ ജീസസ്, ഹല്ലേലൂയ. നിന്നെ മുക്കാതെ എത്തിക്കാൻ കഴിവുള്ളവൻ ആണോ നിന്റെ അമരം കാക്കുന്നത്? ഓ ഹല്ലേലൂയ. ഓ, കാറ്റെന്നാലും കോളടിച്ചാലും ഓ ഹല്ലേലൂയ അമരക്കാരന്റെ കയ്യിലാ. ഹല്ലേലൂയ. കണ്ടോളെങ്കിൽ ഹല്ലേലൂയ. Thank you. Thank you, Father. Thank you, Jesus. ഗ്ലോറി. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് തരുന്നു, എല്ലാ മഹത്വവും അങ്ങയ്ക്ക് തരുന്നു. ഹല്ലേലൂയ. ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി ടു ലോർഡ്, ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നല്ല പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ വന്ന് നിന്നെ മഹത്വപ്പെടുത്തുക, പ്രാർത്ഥിക്കുവാൻ ദൈവവചനത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുക.
നീ ഞങ്ങളെ സഹായിച്ചല്ലോ. ഇത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ. നീ ഞങ്ങളല്ല ജീവിക്കുന്നത്, നീ തന്നെ ഞങ്ങളിൽ കൂടെ ജീവിക്കും. ഞങ്ങളുടെ ജീവിതം നിൻ്റെ മഹത്വമായി മാറണം. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇഷ്ടമല്ല ദൈവമേ, നിൻ്റെ പദ്ധതി അത് ഞങ്ങളിൽ ഫുൾഫിൽ ചെയ്യണമേ. ഹല്ലേലൂയ. ഇവിടെ കാറ്റുണ്ട്, കോളുണ്ട്, എന്നാൽ അവിടെ ഒന്നും തകറിപ്പോകാതെ അക്കരെ എത്തിക്കുന്ന ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നശിച്ചു പോകാതെ ദൈവശക്തിയാൽ ഞങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു കർത്താവ്. എന്തൊരു ഭാഗ്യാവസ്ഥയാണ് കർത്താവ്, എന്തൊരു ഭാഗ്യാവസ്ഥ. ഞങ്ങൾ നിന്നെ അല്ലാതെ ആരെ സ്തുതിക്കും? നിന്നെ അല്ലാതെ ആരെ ആരാധിക്കും? ഞങ്ങൾക്ക് നീ അല്ലാതെ ആരാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നല്ല പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന വെളിപ്പാടിനായി, ഞങ്ങളെ നടത്തുന്ന കരത്തിനായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കേട്ട ദൈവവചനം അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി ഫലം പുറപ്പെടുവിക്കുന്നതായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ നിറവ് കേട്ട എല്ലാവരും അത് വെളിപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കണമേ. സകല സത്യത്തിൽ വരെ വഴി നടത്തണമേ. ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികൾ നിന്റെ മക്കളിൽ വെളിപ്പെടുത്തി വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അകത്ത് യൗവനക്കാരുണ്ട്, അവരുടെ ഭാവി ദൈവമേ അടഞ്ഞു കിടക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വഴികൾ അവർക്ക് വേണ്ടി തുറന്നു വരട്ടെ. നീ അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. പഠനത്തിനുള്ള വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ പരിപാലിക്കും. കുടുംബജീവൻ നയിക്കുന്നവരെ അവരുടെ കുടുംബജീവിതത്തിലുണ്ടായിരിക്കുന്ന ഭാരങ്ങൾ കർത്താവ് അതിനെ ലഘൂകരിച്ചു കൊടുക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചൂക്കുക എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നിഗം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുക എന്ന് പറഞ്ഞ കർത്താവ് ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഏതിനെയും ജയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ദൈവത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. വരാൻ സാധിക്കാത്തവർക്കായി സ്തോത്രം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ അനുഗ്രഹിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളെയും ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് യാത്രയ്ക്കായിട്ടൊക്കെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജ്യോതി കുട്ടിച്ചാനെയും അമ്മാമയെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കടന്നു വരുവാനും ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവനാമത്തിന് മഹത്വമാക്കുവാനും ദൈവം ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യാത്രയ്ക്കായി ഒരുങ്ങുന്ന മഹിമയ്ക്കായി സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുത കരുതൽ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. മറ്റ് യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്ന പ്രൈസ് ദി ലോർഡ് ലിബിൻ, ഷാലോനൊക്കെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. ലിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത മാതൃകൾ എല്ലാ മേഖലയിലും വെളിപ്പെടട്ടെ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ, പ്രവേശിക്കാനുള്ളവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നത് ഇതിനായി, ലിൻഡോയ്ക്കായി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജിനുവിനായി, ജെറിക്കായി കർത്താവിൽ ബലപ്പെടുവാനും കർത്താവിൻ്റെ മഹത്വത്തിനാക്കി തീർക്കുവാൻ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. മഹത്വം കർത്താവിന്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.